ಅಸಾಧಾರಣ ಮಾರ್ಗങ്ങളിൽ ಕೂಡಾണ് ತನ್ನ ದಾಸನ್ಮಾರ್ക്കുള്ള ಪ್ರೊವಿಷನ್ ದೈವ ചെയ്യുന്നത്. ದೇವರು ಅಸಾಧಾರಣವಾದ ಕಾರ್ಯದಲ್ಲಿ ದೇವರ ದಾಸರುಗಳಿಗಾಗಿ ಆತನು ಒದಗಿಸುವವನಾಗಿದ್ದಾನೆ. എങ്ങനെയാണേലും തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഏത് രീതിയിലാണേലും ദൈവം അത് എത്തിക്കുക തന്നെ ചെയ്യും. ದೇವರು ಯಾವುದೇ ರೀತಿಯಲ್ಲಿಯೂ ದೇವರ ಮಕ್ಕಳಿಗೆ ಅದನ್ನು ಹೇಗೆ ಒದಗಿಸಬೇಕೋ ಆತನು ಒದಗಿಸುವವನಾಗಿದ್ದಾನೆ. ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ ദൈവം അത് ഏത് രീതിയിൽ കൂടെ നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് നിങ്ങളോട് പറയുക ആലയത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ആലയത്തിൽ ഇരുന്നോണം. ನಿಮಗೆ ಅವಶ್ಯಕತೆಗಳು ಏನೇ ಇದ್ದರೂ ಕೂಡ ದೇವರು ಕಳಿಸಬೇಕಾದಂಥ ಸ್ಥಳ ಅಂತ ಹೇಳಿದ್ರೆ ನಿನ್ನನ್ನು ಒಂದು ವೇಳೆ ಆಲಯದಲ್ಲಿ ಕೂತ್ಕೋ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ആലയಕ್ಕೆ ತಂದು ആತನು മുട്ടിಸುವವനാಗಿದ್ದಾನೆ. നിനക്ക് ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. നീ റെഗുലറായി ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകുമ്പോൾ നിനക്കുള്ള പ്രൊവിഷൻ ഹല്ലേലൂയ ദൈവം തന്റെ ഈ കാക്കയെ കൂടെ ഒരുക്കിയതുപോലെ അതിന്റെ പ്രൊവിഷൻസ് പല മുഖാന്തരം കൂടെ ദൈവം നമുക്ക് വേണ്ടി വരും. ಒಂದು ವೇಳೆ ನಿನಗೆ ಏನು ಇಲ್ಲದಂತ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನೀವು ಇಲ್ಲಿ ಇರಬಹುದು, ಆದರೆ ಯಥಾರ್ಥವಾಗಿ ಎಲ್ಲ ಕೂಟಗಳಿಗೆ ನೀನು ಆಲಯದಲ್ಲಿ ಬರ್ತಾ ಇರಬಹುದು. ದೇವರು ಕಾಗೆಗಳನ್ನು ಕಳಿಸಿ ನಿನ್ನ ಅವಶ್ಯಕತೆಗಳನ್ನು ಪೂರ್ತಿಗರಿಸಲಿಕ್ಕಾಗಿ ಶಕ್ತನ